മുഹമ്മദ് നബിയുടെ വാക്കുകളും പ്രവർത്തികളും ജീവിതരീതികളുമെല്ലാം വിവരിക്കുന്ന പ്രവാചകചര്യയുടെ ഏറ്റവും ആധികാരികമായ ഒരു ശേഖരമാണ് സഹീഹുൽ ബുഖാരി. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഈ ഹദീസ് ശേഖരത്തെ വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. ഇമാം അബു അബ്ദുള്ള മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ അൽ ബുഖാരിയാണ് ഇത് സമാഹരിച്ചത്. ഈ ഗ്രന്ഥത്തിൽ 98 അധ്യായങ്ങളിലായി ആവർത്തനങ്ങളോടെ ഏകദേശം 7563 ഹദീസുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഡോക്ടർ എം മുഹസിൻ ഖാനാണ് ഇതിന് ഇംഗ്ലീഷ് പരിഭാഷ നൽകിയിരിക്കുന്നത്. ഹദീസുകളുടെ ലോകത്ത് അമീറുൽ മുഅ്മിനീൻ അഥവാ വിശ്വാസികളുടെ നേതാവ് എന്ന് ആദരവോടെ അറിയപ്പെടുന്ന മഹാനാണ് ഇമാം അൽ ബുഖാരി. ഹദീസ് വിജ്ഞാനീയത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ അത്ര വലുതാണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അബു അബ്ദുല്ലാഹ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ഇബിന് ഇബ്രാഹിം ഇബിനു അൽ മുഗീറു ഇബിനു ബർദിസ്ബ അൽ ബുഖാരി എന്നാണ്. ഇമാം ബുഖാരിയുടെ പിതാവായ ഇസ്മായിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ പ്രമുഖനായ ഒരു ഹദീസ് പണ്ഡിതനായിരുന്നു. ഇമാം മാലിക്, ഹമ്മാദ് ബിൻ സെയ്ദ്, അബ്ദുല്ലാഹിബിൻ മുബാറക് തുടങ്ങിയ മഹാന്മാരിൽ നിന്ന് ഹദീസ് പഠിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. ഇങ്ങനെ പാണ്ഡിത്യത്തിന്റെ പാരമ്പര്യം പിന്തുടർന്നാണ് ഇമാം ബുഖാരി വളർന്നു വന്നത്. ഒരു വെള്ളിയാഴ്ച ശവ്വാൽ 13-നാണ് ഇമാം അൽ ബുഖാരി ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ പിതാവിനെ നഷ്ടപ്പെട്ട ബുഖാരി അറിവിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം കാരണം വളർന്നു. ഇമാം വാഖിയുടെയും അബ്ദുല്ല ഇബ്നു മുബാറക്കിന്റെയും പുസ്തകങ്ങൾ മനഃപ്പാടമാക്കിയ അദ്ദേഹം വെറും 16 വയസ്സുള്ളപ്പോൾ തന്റെ ഉമ്മയോടും സഹോദരനോടുമൊപ്പം ഹജ്ജ് യാത്രയ്ക്ക് പുറപ്പെട്ടു. ഹജ്ജിന് ശേഷം 2 വർഷം മക്കയിൽ താമസിച്ചുകൊണ്ട് അറിവ് നേടിയ അദ്ദേഹം 18-ാം വയസ്സിൽ മദീനയിലേക്ക് പോയി. അവിടെ വെച്ച് ഖദ്യാസു സഹാബ അത്ത് താബിഈൻ, താരിഖ് അൽ കബീർ എന്നീ മഹത്തായ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. അറിവ് തേടിയുള്ള ഈ യാത്ര അവിടെ അവസാനിച്ചില്ല. സിറിയ, ഈജിപ്ത്, കൂഫ, ബസ്ര, ബാഗ്ദാദ് തുടങ്ങിയ അറേബ്യയിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം അദ്ദേഹം സഞ്ചരിച്ചു. ഈ യാത്രകളിലൂടെയാണ് അദ്ദേഹം ഹദീസുകളുടെ മഹാസാഗരം തന്നെ സമാഹരിച്ചത്. ഇമാം അൽ ബുഖാരിയുടെ ജീവിതം നമുക്കൊരു വലിയ പാഠമാണ് നൽകുന്നത്. അറിവ് നേടുന്നതിനായി അദ്ദേഹം നടത്തിയ അശ്രാന്ത പരിശ്രമവും സമർപ്പണവുമാണ് അദ്ദേഹത്തെ ലോകം കണ്ട ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതന്മാരിൽ ഒരാളാക്കിയത്. ഹിജ്റ 205-ൽ ഇമാം അൽ ബുഖാരി തന്റെ ജന്മനാട്ടിലെ പണ്ഡിതന്മാരിൽ നിന്ന് ഹദീസുകൾ കേട്ടും പഠിച്ചും അറിവിന്റെ ലോകത്തേക്ക് കടന്നുവന്നു. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് അസാമാന്യമായ ഓർമ്മശക്തി ഉണ്ടായിരുന്നു. ഒരു ഹദീസ് കേട്ടാൽ ഉടൻ തന്നെ അത് മനഃപ്പാടമാക്കുകയും ഓർമ്മയിൽ നിന്ന് അത് കൃത്യമായി ആവർത്തിക്കുകയും ചെയ്യുമായിരുന്നു. തന്റെ കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹം ഏകദേശം 2000 ഹദീസുകൾ മനഃപ്പാടമാക്കിയിരുന്നു. സ്വന്തം നാട്ടിൽ നിന്ന് നേടാവുന്ന അറിവുകൾ നേടിയ ശേഷം കൂടുതൽ പഠനത്തിനായി ഹിജ്റ 210-ൽ അദ്ദേഹം യാത്രകൾ തുടങ്ങി. ഈ യാത്രകളാണ് അദ്ദേഹത്തെ ഹദീസ് വിജ്ഞാനീയത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനാക്കി മാറ്റിയത്. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് ഏറ്റവും ആധികാരികമായ ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി. എന്നാൽ ഈ മഹത്തായ ഗ്രന്ഥം വെറുതെ എഴുതിയതല്ല, അതിനു പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. ഇമാം അൽ ബുഖാരിയുടെ ഈ ഗ്രന്ഥത്തിന്റെ ശരിയായ പേര് അൽ ജാമിഉ അൽ മുസ്നദ് അസ് സ്വഹീഹ് അൽ മുഖ്തസർ മിൻ ഉമൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ സുനനിഹി വ അയ്യാമിഹി എന്നാണ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയും. ഇമാം അൽ ബുഖാരി ഈ ഗ്രന്ഥം രചിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് വെറും 23 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അത് ഹിജ്റ വർഷം 217-ലായിരുന്നു. ഓരോ ഹദീസുകളും ശേഖരിച്ച് അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തി ഈ ഗ്രന്ഥം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് ഏകദേശം 16 വർഷമെടുത്തു. അത്രയും കഷ്ടപ്പെട്ട് തയ്യാറാക്കിയ ഈ ഗ്രന്ഥം പൂർത്തിയായപ്പോൾ അദ്ദേഹം അത് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ല. പകരം അദ്ദേഹം തന്റെ അധ്യാപകരായ 3 മഹാരഥന്മാരെ കാണിച്ചു. ഇമാം അഹ്മദ് ഇബ്നു ഹൻബൽ, ഇബ്നു അൽ മദീനി, ഇബ്നു മഈൻ ഈ 3 പേരും ഗ്രന്ഥം പൂർണ്ണമായി പരിശോധിച്ച ശേഷം അതിന്റെ ആധികാരികതയും പ്രാധാന്യവും അംഗീകരിച്ചു. അങ്ങനെയാണ് സ്വഹീഹ് അൽ ബുഖാരി എന്ന വിഖ്യാതമായ ഹദീസ് ഗ്രന്ഥം ലോകത്തിന് ലഭിച്ചത്. ഹദീസ് ഗ്രന്ഥം ശേഖരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് അദ്ദേഹം വലിയ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. ആദ്യം അദ്ദേഹം കുളിച്ച് ശുദ്ധി വരുത്തി, തുടർന്ന് അല്ലാഹുവിനോട് മാർഗനിർദ്ദേശത്തിനായി പ്രാർത്ഥിച്ചു. അതിനുശേഷം 2 റക്അത്ത് നമസ്കാരം നിർവഹിച്ചു. മസ്ജിദുൻ നബവിയിലെ റൗദയിൽ, പ്രവാചകന്റെ ഖബറിനും മിമ്പറിനും ഇടയിലുള്ള സ്ഥലം, അവിടെ വെച്ച് ഓരോ ഹദീസും അദ്ദേഹം അന്തിമമായി പരിശോധിച്ചു. ഓരോ ഹദീസും പൂർണ്ണമായും തൃപ്തികരമാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് അദ്ദേഹം അത് തന്റെ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയത്. ഇമാം അൽ ബുഖാരി ഒരു ഹദീസ് സ്വീകരിക്കാൻ 4 പ്രധാന നിബന്ധനകളാണ് മുന്നോട്ട് വെച്ചത്. ഇവയെല്ലാം പാലിക്കുന്ന ഹദീസുകൾ മാത്രമേ അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ആദ്യത്തെ നിബന്ധന നിവേദകരുടെ സത്യസന്ധത. ഹദീസ് കൈമാറിയ ഓരോ വ്യക്തിയും സത്യസന്ധനും നീതിമാനുമായിരിക്കണം. കള്ളം പറയുന്നവരോ മോശപ്പെട്ട സ്വഭാവമുള്ളവരോ ആയ ഒരാൾ പോലും ആ ശൃംഖലയിൽ ഉണ്ടാകാൻ പാടില്ല. ഇത് ഹദീസിന്റെ ആധികാരികത ഉറപ്പുവരുത്തുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു.
രണ്ടാമത്തെ നിബന്ധന ശക്തമായ ഓർമ്മശക്തിയും കൃത്യതയും. ഹദീസ് നിവേദനം ചെയ്ത എല്ലാവർക്കും നല്ല ഓർമ്മശക്തിയുണ്ടാകണം. ഒരു ഹദീസ് കേട്ടത് അതേപോലെ ഒരു മാറ്റവുമില്ലാതെ ഓർമ്മിച്ചെടുക്കാനും കൈമാറാനും അവർക്ക് കഴിയണം. ഹദീസ് പണ്ഡിതർ ഓരോ നിവേദകന്റെയും ഓർമ്മശക്തിയെക്കുറിച്ചും പഠനരീതികളെക്കുറിച്ചും ഒരുമിച്ചുള്ള അഭിപ്രായത്തിലെത്തുകയും ആ വ്യക്തിയുടെ ഓർമ്മശക്തി മികച്ചതാണെന്ന് അംഗീകരിക്കുകയും വേണമായിരുന്നു. മൂന്നാമതായി നിവേദക ശൃംഖല പൂർണ്ണമായിരിക്കണം. ഹദീസ് പ്രവാചകനിൽ നിന്ന് കേട്ട് കൈമാറി അവസാനത്തെ വ്യക്തിയിലെത്തുന്നതുവരെയുള്ള ശൃംഖലയിൽ ഒരൊറ്റ കണ്ണിയും മുറിഞ്ഞുപോകാൻ പാടില്ല. ഒരു നിവേദകന്റെ പേര് പോലും അതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് ഇമാം ബുഖാരി സ്വീകരിച്ചിരുന്നില്ല. അവസാനമായിട്ടുള്ള നിബന്ധന നേരിട്ടുള്ള കണ്ടുമുട്ടൽ. ഇമാം ബുഖാരിയുടെ ഏറ്റവും സവിശേഷമായ ഒരു നിബന്ധനയായിരുന്നു ഇത്. ഹദീസ് കൈമാറിയ ആളുകൾ തമ്മിൽ സമകാലികരായിരുന്നാൽ മാത്രം പോരാ, അവർ നേരിട്ട് കണ്ടുമുട്ടുകയും പരസ്പരം ഹദീസ് പഠിക്കുകയും ചെയ്തിരിക്കണം. ഇത് ഹദീസ് കൈമാറ്റത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തെറ്റുകൾ ഒഴിവാക്കാൻ സഹായിച്ചു. ഈ വ്യവസ്ഥയുടെ കാര്യത്തിൽ ഇമാം മുസ്ലിം ഉൾപ്പെടെയുള്ള മറ്റു പണ്ഡിതന്മാരിൽ നിന്ന് ഇമാം ബുഖാരിക്ക് വ്യത്യസ്തമായ നിലപാടാണ് ഉണ്ടായിരുന്നത്. ഈ 4 നിബന്ധനകളും പൂർണ്ണമായി പാലിച്ച ഹദീസുകൾക്ക് മാത്രമേ സ്വഹീഹ് അഥവാ അത്രയും ആധികാരികം എന്ന പദവി ഇമാം അൽ ബുഖാരി നൽകിയിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ഈ കണിശമായ നിലപാടാണ് സ്വഹീഹുൽ ബുഖാരിയെ ഇസ്ലാമിക ലോകത്തെ ഏറ്റവും ആധികാരികമായ ഹദീസ് ഗ്രന്ഥമായി ഇന്നും നിലനിർത്തുന്നത്. ഇമാം നവവി രേഖപ്പെടുത്തിയതനുസരിച്ച് ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിക ലോകത്ത് ഏറ്റവും ആധികാരികമായ ഗ്രന്ഥമായി എല്ലാ പണ്ഡിതന്മാരും അംഗീകരിച്ച ഒന്നാണ് സ്വഹീഹുൽ ബുഖാരി. ഈ ഗ്രന്ഥത്തിൽ ആവർത്തനങ്ങളടക്കം 7563 ഹദീസുകളുണ്ട്. എന്നാൽ ആവർത്തിച്ചുള്ള ഹദീസുകൾ ഒഴിവാക്കിയാൽ ആകെ 2600 ഹദീസുകളാണ് ഇതിലുള്ളത്. ഇമാം അൽ ബുഖാരി ഹിജ്റ 250 നിഷാപൂരിൽ താമസമാക്കി. അവിടെ വെച്ച് അദ്ദേഹം മുസ്ലിം ഇബ്നു അൽ ഹജ്ജാജ് എന്ന പണ്ഡിതനെ കണ്ടുമുട്ടി. അൽ ബുഖാരിയെ തന്റെ ഗുരുവായി സ്വീകരിച്ച അൽ ഹജ്ജാജ് അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായി മാറി. പിന്നീട് അൽ ബുഖാരിയുടെ സ്വഹീഹ് അൽ ബുഖാരിക്ക് ശേഷം ഇസ്ലാമിക ലോകത്ത് ഏറ്റവും ആധികാരികമായ ഹദീസ് ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന സ്വഹീഹ് മുസ്ലിം എന്ന ബൃഹത്തായ ഹദീസ് ശേഖരം അദ്ദേഹം ക്രോഡീകരിച്ച് തയ്യാറാക്കി. ഇത് അദ്ദേഹത്തിന്റെ വലിയ സംഭാവനയായി കണക്കാക്കപ്പെടുന്നു. രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് സമർഖണ്ഡിനടുത്തുള്ള ഖാർട്ടാങ് എന്ന ഗ്രാമത്തിലേക്ക് താമസം മാറേണ്ടി വന്നു. അവിടെ വെച്ച് ഹിജ്റ 256 AD 870 അദ്ദേഹം മരണപ്പെട്ടു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.